നമുക്ക് അബിയുടെയും ജാനകിയുടെയും വരുന്ന ആഴ്ചയിലെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ വരുന്ന ആഴ്ചത്തെ വിശേഷത്തില് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന വിശേഷമാണ്. അപ്പൊ എല്ലാവർക്കും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. രാധാമണി ജഡ്ജിയുടെ മുന്നിൽ മൊഴി മാറ്റി പറഞ്ഞുകൊണ്ട് തനിക്ക് തമ്പിയെ അറിയില്ലെന്നും തനിക്ക് തമ്പിയെക്കുറിച്ച് ഓർമ്മയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ അത് രാധാമണി മനഃപൂർവ്വം പറഞ്ഞ കാര്യമാണ്. കാരണം തൻ്റെ മോൾക്കൊരു ആപത്ത് വരാതിരിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെ രാധാമണി അവിടെ പറഞ്ഞാലും ഇനിയിപ്പോൾ രാധാമണിയുടെ മനസ്സിൽ വേറെ പല കാര്യങ്ങളും ഉണ്ട്. ഒരു കാരണവശാലും തമ്പിയുടെ മുന്നിൽ തൻ്റെ അഭിമാനം പണയം വെക്കാനുള്ളതല്ല. തമ്പിയെ വരച്ച വരെ നിർത്തണം. തമ്പിയെ മാത്രമല്ല, തമ്പിയുടെ മോൾ അപർണയും അതിന് വേണ്ടിയിട്ട്. അതുമാത്രമല്ല, ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച ആ വലിയ രഹസ്യങ്ങളൊക്കെ വിളിച്ചു പറയാൻ വേണം. തമ്പി തൻ്റെ മുന്നിൽ തൻ്റെ അടിമയായിട്ട് വന്ന് നിൽക്കണം. അതാണ് ഇനിയിപ്പോൾ രാധാമണിയുടെ ഏറ്റവും വലിയ ഉദ്ദേശം. ഇത്രയും കാലത്ത് തമ്പിയുടെ പ്രതാപമൊക്കെ ഒരു ദിവസം കൊണ്ട് നിമിഷം കൊണ്ട് പോയി കിട്ടണം. അതിന് വേണ്ടിയിട്ട് പുതിയ തന്ത്രങ്ങളൊക്കെ മെനയുവാണ് രാധാമണി. അപ്പം രാധാമണിക്ക് സപ്പോർട്ടുമായിട്ട് ജാനകിയും ചെല്ലുന്നുണ്ട്. അപ്പം ജാനകിയോട് രാധാമണിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം ജാനകിക്ക് മനസ്സിലായി തൻ്റെ അമ്മയുടെ നിരപരാധിത്വം എന്താന്ന്. അമ്മ എന്തുകൊണ്ടാണ് കോടതിയിൽ പോയപ്പോൾ ജഡ്ജിനോട് രഹസ്യം മൊഴി കൊടുത്ത് തന്നെ ആരും ഉപദ്രവിച്ചായിട്ട് തനിക്ക് തോന്നുന്നില്ല, തനിക്കതൊന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞ് എന്തുകൊണ്ടാണ്. ഒരുപക്ഷെ രാധാമണി ഉറപ്പും കൊടുത്തു. ഇനിയിപ്പം നാളെ എനിക്ക് തനിക്ക് ഓർമ്മ വരുമെന്നങ്ങനെ ജഡ്ജിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജഡ്ജി മൊഴി എടുത്തോളൂ. മോളൊന്നും ഓർത്ത് വിഷമിക്കേണ്ട മോളെ, തൽക്കാലത്തേക്ക് ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ എന്ന് പറഞ്ഞ് ജാനകിയെ സമാധാനിപ്പിക്കുക. അതൊക്കെ കേട്ടപ്പോൾ ജാനകിക്ക് ഏകദേശം ഒരു സമാധാനമായി, ഒരു സന്തോഷമായി. തൻ്റെ അമ്മ തന്നെ തള്ളി പറഞ്ഞില്ലല്ലോ, അല്ലെങ്കിൽ തൻ്റെ അമ്മ തന്നോടൊപ്പം നിന്നെ ഇപ്പോഴും ഉണ്ട്. താൻ വിചാരിച്ച പോലെ ഒന്നുമല്ല കാര്യങ്ങൾ. തനിക്ക് വേണ്ടിയിട്ടാ തൻ്റെ പെറ്റമ്മ അങ്ങനെയൊക്കെ ചെയ്തേ. ആ ദുഷ്ടനെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. അവൻ്റെ കള്ളത്തരങ്ങളും ചതിക്കൊക്കെ ഇനി 8ന്റെ പണി തന്നെ കൊടുക്കണം. ഇത്രയും കാലം അവനും അവൻ്റെ മോളും ചെയ്തു കൂട്ടിയ ദുഷ്ടത്തരം അതിനി ഓരോന്നോരോന്നായിട്ട് എണ്ണി എണ്ണി പറഞ്ഞു വേണം കണക്ക് പറയാനായിട്ട്. ഈ സമയം അപർണയും തമ്പിയൊക്കെ സന്തോഷത്തിലാണ്. എല്ലാം നേടി, കേസിൽ നിന്ന് ഊരി കിട്ടി. ഇനിയിപ്പം രാധാമണിയുടെ അടുത്ത് ചെന്ന് രാധാമണിയെ വെല്ലുവിളിച്ച് അവിടുന്ന് അടിച്ചിറക്കാം എന്നൊരു ചിന്ത അതായിരുന്നു തമ്പിയുടെ മനസ്സിൽ. അതുപോലെ തന്നെ അപർണയോട് പറയുകയും ചെയ്തു, മോളെ ഇനിയിപ്പോൾ കാര്യങ്ങളൊക്കെ എളുപ്പമായി. ആ രാധാമണിയുടെ അവിടെ വെച്ച് പുലർത്താൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് പറഞ്ഞു വരണം. തമ്പിയുടെ പേടി അതല്ല, രാധാമണി അവിടെ ഉണ്ടെങ്കിൽ പേടിക്കണം. എപ്പോഴും വേണേ പൊട്ടാവുന്ന രീതിയിലൊരു ബോംബ്, അത് പൊട്ടിയിട്ടുണ്ടെ തീർന്നു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും രാധാമണി അവിടുന്ന് പറഞ്ഞു വിട്ടേ തീരുള്ളൂ. ഏതെങ്കിലും ഒരു നിമിഷത്തിൽ തൻ്റെ മകളോട് അവൾ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാൽ പിന്നെ തനിക്ക് പിടിച്ചേൽപ്പില്ല. അതാണ് ഏറ്റവും വലിയൊരു പേടി. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇതിനൊരു പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിലേക്ക് വരിക തമ്പിയുടെ. അങ്ങനെ അവളെ അപർണയെ വിളിച്ചിട്ട് പറഞ്ഞു, അതെ ഞാൻ അങ്ങോട്ടേക്ക് വരാം മോളെ, അവരെങ്ങനെയല്ലോ ആ സ്ത്രീയെ അവിടുന്ന് പറഞ്ഞു കൊണ്ടോ നമുക്ക്. അപർണ പറഞ്ഞു, അച്ഛനൊന്നും കൊണ്ടും വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കുക. അവരെ പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ ഏറ്റു. അച്ഛനിനി ഇങ്ങോട്ടേക്ക് വരാം, അവരുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കാം. പിന്നെ അച്ഛന് പിന്നെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അച്ഛൻ എന്തിനാ ഇനിയിപ്പോൾ അവരുടെ മുന്നിൽ തല താഴ്ത്തിയിരിക്കണ്ടേ? തല താഴ്ത്തിയിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരൊരു കള്ളപ്പരാതി കൊടുത്തു, നമ്മളത് കള്ളപ്പരാതി എന്ന് തെളിയിക്കുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം തമ്പിക്കും ഭയങ്കര സന്തോഷം. നൈസായിട്ട് അജയനെ തേച്ചൊട്ടിച്ചായിരുന്നു. അജയ്ക്ക് പൈസയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അജയ്ക്ക് പൈസയും കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അതവന് വേണം. അവന് ജാനകിയെയും അളകാപുരിയൊക്കെ തേച്ചൊട്ടിക്കാനായിട്ടാണ് ഈ പറഞ്ഞ അപർണയോടും തമ്പിയോടും ഒപ്പം നിന്നേ. പക്ഷെ അവർ തന്നെ ഒടുവിൽ അവനെ തേച്ചൊടിച്ചു. പിന്നീട് തമ്പി എന്ത് ചെയ്യാണ്, വലിയ അഹങ്കാരം കാണിച്ച് അളകാപുരിയിലേക്ക് വരിക. അങ്ങനെ അളകാപുരിയിലേക്ക് വരുന്ന സമയത്ത് അപർണ ഇറങ്ങി ചെന്നു. ആ അച്ഛനോ വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അങ്ങോട്ടേക്ക് വിളിച്ചുകൊണ്ട് ഇരുത്തി. ഈ സമയത്ത് തമ്പി വന്ന കാര്യം ജാനകിയൊക്കെ അറിഞ്ഞു. ജാനകി പതുക്കെ രാധാമണിയെ വിളിച്ചു. രാധാമണിയെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ ഇനി അയാൾ അവിടെ കിടന്ന് കൂടുതൽ ബെൽസുവാണെങ്കിൽ ഒരു കാരണവശാലും അയാളെ വെറുതെ വിടല്, നമുക്ക് ഇവിടെയായിട്ട് അയാളെ വലിച്ചു കീറണം. ഇത് കേട്ടപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് രാധാമണി പറഞ്ഞു, ശരിയാ മോളെ, അതിനുള്ള വഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പം ഈ രാധാമണിയുടെ കാലോ വരാൻ പോകുന്നത്, തമ്പിയുടെ കാലം അസ്തമിച്ചു. തമ്പിക്കിനി ഒരിക്കലും ഉദിച്ചു വരാൻ പറ്റില്ല. അയാളുടെ നെറുകം തലക്കിട്ട് തന്നെ നമ്മളിനി അടി കൊടുക്കാൻ പോണത്. അല്ലെങ്കിലും നമ്മൾ ഇനി എന്തിനാ അയാളെ പേടിച്ചിരിക്കണം, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. അങ്ങനെ തമ്പി വന്നു കഴിഞ്ഞപ്പോൾ അപർണ മഞ്ജുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ചായ കൊണ്ടുപോ മഞ്ജു എന്ന് പറയണ. അങ്ങനെ മഞ്ജു ചായ എടുക്കണ സമയത്ത് ജാനകി പറഞ്ഞു, അമ്മേ ചായയായിട്ട് അതേ മഞ്ജു ചേച്ചിനെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട, അമ്മ ചായയായിട്ട് പോയാൽ മതി. അയാൾക്കിട്ട് പണി കൊടുക്കാൻ പറ്റിയൊരു അവസരമാണ്, അതുകൊണ്ട് അമ്മ ചായയും കൊണ്ട് പോയാൽ മതി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രാധാമണിയോട് ഞാൻ പോയിക്കോളാം. മുമ്പാണെങ്കിൽ രാധാമണിക്ക് തമ്പിയുടെ നേർക്ക് നേരെ നോക്കാനും മടിയും ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴതില്ല.
ഇനിയിപ്പോൾ എന്തും വരട്ടെ എന്നൊരു ചിന്തയാണ് മനസ്സ് മുഴുവനുള്ളത്. ഇനിയിപ്പം അയാളെ ഇത് വെച്ച് ഭീഷണിപ്പെടുത്തി നിർത്താം. ഒരു പക്ഷേ കോടതിയിൽ അത് വിളിച്ചു പറഞ്ഞായിരുന്നെങ്കിൽ അയാളെ തൻ്റെ കാൽവരുതിയിലാക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ ഇതാണ് ഏറ്റവും വലിയ മാർഗം. അങ്ങനെ തമ്പി അപർണയും കൂടെ ഭയങ്കര ചർച്ചയിലും ചിരിയും കളിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് രാധാമണി അങ്ങോട്ടേക്ക് ചായയായിട്ട് വരുവാണ്. ഒരു നിമിഷം രാധാമണിയെ തമ്പി നോക്കി. ഈ സമയം അപർണ പറഞ്ഞു, അച്ഛന് മനസ്സിലായില്ലേ, ഇവര് രാധാമണി വരച്ചത് അച്ഛനെതിരെ പരാതി കൊടുത്തേ അന്ന് നമ്മൾ കോടതി വെച്ച് കണ്ടില്ലേ. അപ്പോഴേക്കും രാധാമണി അപർണയോട് പറഞ്ഞു, അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ അപർണ, നീ എന്തിനാ എന്നെ പരിചയപ്പെടുത്തുന്നേ? നിന്റെ അച്ഛനല്ലേ പരിചയപ്പെടുത്തുന്നത്? അതും ഞാൻ ആരാന്ന് നിന്റെ അച്ഛൻ നിനക്ക് പറഞ്ഞു തരണോ? അതാ ചെയ്യണ്ടേ. ഈ രാധാമണി വാരിസർ ആരാന്ന് നിന്റെ അച്ഛന് നീ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങേർക്ക് നന്നായിട്ടറിയാം ഞാൻ ആരാന്നുള്ള കാര്യം. ഇത് കേട്ടപ്പം ഒരു നിമിഷം ഞെട്ടി എഴുന്നേറ്റ് പോയി തമ്പിയും അതെ, അതോടൊപ്പം തന്നെ അപർണയും അതെ. പെട്ടെന്ന് സംഭവിച്ചു, നിങ്ങൾ എന്തൊക്കെയായി പറയണേന്ന് ചോദിക്കാം. നീക്കെന്താ മനസ്സിലായില്ലേ? മോൾക്ക് പറഞ്ഞു കൊടുക്കാൻ മേലായിരുന്നോ ഈ രാധാമണി വാരിസർ ആരാന്ന്? അത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു, വെറുതെ അനാവശ്യം പറയരുത്. അനാവശ്യമോ? ഞാൻ അനാവശ്യമൊന്നുമല്ല പറഞ്ഞേ, എൻ്റെ ഔദാര്യമാ തൻ്റെ ഇപ്പോഴത്തെ ഈ ജീവിതം. താനിവിടെ കാലുമേ കാല് കയറ്റി വെച്ചിരുന്നില്ലേ, അത് ഈ രാധാമണിയുടെ ഔദാര്യമാ. അത് താൻ മറക്കരുത്. പിന്നെ തൻ്റെ മോളുടെ അഹങ്കാരം എത്ര കണ്ട് സഹിക്കില്ലെന്നാ. സഹിക്കുന്നതിനും എല്ലാത്തിനും ഒരു പരിധിയൊക്കെ ഉണ്ട്. ഈ സമയം അപർണയ്ക്ക് ദേഷ്യമായി. അപർണ പറഞ്ഞു, അച്ഛാ ആ സ്ത്രീയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിക്കാൻ പറയണം. ആ സമയത്ത് തമ്പി പറഞ്ഞു, നീ കൂടുതൽ കിടന്ന് കുറച്ചാണ്ടല്ലോ, നിന്നെ ഇവിടെ ഇട്ട് ഞാൻ വലിച്ചു കയറുന്ന നിന്റെ കാരണം തീർത്തി ഞാൻ പൊട്ടിക്കും. എന്നാ വാടോ താൻ ഇങ്ങോട്ടേക്ക്. തൻ്റെ കൈ ഉയരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൈ ഉയരും. കാണണമെന്ന് പറഞ്ഞൊരു കൈ അങ്ങോട്ട് ഉയർത്തുവാണ്. തൻ്റെ ഇരു കവളത്ത് എൻ്റെ കൈയുടെ 5 വിരളും പതിയും. പക്ഷെ താൻ നമശിവ എന്നൊരു അക്ഷരം മിണ്ടില്ല. കാരണം എന്താണെന്നറിയാമോ? താൻ എന്തേലും മിണ്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ തൻ്റെ അന്ത്യമായിരിക്കും. കോടതി പറയാൻ വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ഞാനങ്ങോട്ട് വിളിച്ചു പറയും. പിന്നെ തമ്പി പോകുന്ന വഴിക്ക് പുല്ല് പോലും മുളയ്ക്കില്ല. തമ്പിയുടെ മോള് തന്നെ തമ്പിയെ കൊല്ലും. അത് ഞാൻ കാണിച്ചു തരണോ? തമ്പി ഞെട്ടി വരച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും അപർണ ചോദിച്ചു, എന്തൊക്കെയാ അച്ഛാ ഇവരീ വിളിച്ചു പറയണേ? എന്തൊക്കെയാണെന്ന് മനസ്സിലായാലും നീ നിന്റെ അച്ഛനോട് തന്നെ ചോദിച്ചു നോക്കടി. എല്ലാത്തിനൊരു ക്ഷമയുണ്ട്. ക്ഷമ വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പ്രതികരിച്ചു പോകും. അളമുട്ടിയെ ചേരം കടിക്കുമെന്ന് പറഞ്ഞു കേട്ടില്ലേ? അതൊക്കെ നിന്റെ അച്ഛനെ നീ ഒന്ന് മനസ്സിലാക്കി കൊടുക്ക്. ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു, ഇവർക്കും മുഴു ഭ്രാന്താ മോളെ. അല്ലെങ്കിൽ തന്നെ ഇവർക്ക് ഭ്രാന്തല്ലായിരുന്നോ? ഇവര് ഭ്രാന്ത് വർത്താനം പറയണ. ഭ്രാന്ത് എനിക്കല്ലടാ, നിനക്കും നിന്റെ മോൾക്കുവാ. അതാ അധികം വൈകാൻ നിനക്കൊക്കെ മനസ്സിലായിക്കണം എന്ന് പറഞ്ഞിട്ട് രാധാമണി അങ്ങോട്ട് കയറിപ്പോയി. ചായ പോലും കുടിക്കാതെ തമ്പി ഒരു നിമിഷം അവിടെ നോക്കിയിരുന്നു. പിന്നീട് തമ്പി അപർണയോട്, മോളെ ഞാനങ്ങോട്ട് പോയേക്കുക. എന്താച്ചാ പെട്ടെന്ന്? ഞാൻ ഇവിടെ നിൽക്കുന്നില്ല. കാരണം തമ്പിക്കറിയാം ഇനി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ പണി പാളൂന്നുള്ള കാര്യം. തനിക്കിട്ട് നല്ല 8ന്റെ പണി കിട്ടുമെന്ന്. അതുകൊണ്ട് തമ്പി അവിടുന്ന് സ്റ്റാൻഡ് വിട്ടു. അപ്പോഴേക്കും അപർണയ്ക്ക് ചില ടെൻഷന്. കാരണം വേറൊന്നുമല്ല, ഇനിയിപ്പോൾ പണി പാളുവോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ്. എന്തുകൊണ്ടായിരിക്കും അച്ഛൻ അങ്ങനെ പെട്ടെന്ന് പോയത്? അച്ഛൻ ഇനി വേറെന്തേലും എന്തിനേലും പേടിക്കുന്നുണ്ടോ? ഈ സ്ത്രീയെ ഇവർ ഇത്രമാത്രം പേടിക്കാൻ കാരണം എന്താ എന്നൊക്കെ അപർണയുടെ മനസ്സിൽ ചിന്തയുണ്ടാവുന്നുണ്ട്. അപ്പോൾ അപർണയ്ക്ക് സഹിച്ചില്ല. ആ സമയത്താണ് ജാനകി അങ്ങോട്ടേക്ക് വരുന്നത്. ജാനകി വന്നു കഴിഞ്ഞപ്പോൾ അപർണ പറഞ്ഞു, അവരുണ്ടല്ലോ ആ സ്ത്രീ രാധാമണി വരച്ചില്ല, അവരെ നീയല്ലേ വിളിച്ചുകൊണ്ട് വന്നേ, മര്യാദയ്ക്ക് അവരെ ഇവിടുന്ന് ഇറക്കി വിട്ടോണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകി പറഞ്ഞു, ആരെ ഇറക്കി വിടുന്ന കാര്യമാണ്? ആ രാധാമണി വരച്ചത് ആ സ്ത്രീയെ നീ വിളിച്ചോണ്ട് വന്നല്ലേ കള്ളക്കേസ് കൊടുപ്പിക്കാനായിട്ട്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ജാനകിക്ക് നല്ല ദേഷ്യമായി. ജാനകി പറഞ്ഞു, അത് ഞാൻ തീരുമാനിച്ചോളാം. ഇവിടെ നിന്ന് ആരെ ഇറക്കി വിടണം, ഇവിടെ ആരേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്ന്. ഇതേ അളകാപുരിയാണ്, അബിയുടെയും ജാനകിയുടെയും വീടാ, അറിയാലോ. ഇത് പടനിലത്ത് വിശ്വനാഥമ്പിയുടെ മോളുടെ വീടല്ലത്, അപർണയുടെ വീടല്ല. പറഞ്ഞു മനസ്സിലായല്ലോ. ഇവിടെ ആരൊക്കെ താമസിക്കണം എന്ന് ഞാൻ തീരുമാനിക്കും. ആദ്യം നീ ഇറങ്ങുക. ഞാൻ ഇവിടുന്ന് ഒരു വാക്ക് പറഞ്ഞാൽ നീ ഇറങ്ങാവുന്നുള്ളൂ. ഇത് കേട്ടപ്പം അപർണ, ഞാൻ ഇറങ്ങാനോ? നിനക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിന്നെ ഞാൻ ഇറക്കി വിടാം. എന്താ അത് വേണോ? അത് കേട്ടപ്പോൾ അപർണ ഞെട്ടി. ഇത്രയ്ക്ക് പറയുന്നു പ്രതീക്ഷിച്ചില്ല. ജാനകി പറഞ്ഞു, ഇത്രയും നാളെ ഞാനേ മിണ്ടാതിരുന്ന് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഓർത്തോണ്ട. അപ്പോഴേക്കാണ് പ്രഭാവതി അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. പ്രഭാവതി അമ്മ കേട്ടിത്. പിന്നീട് പ്രഭാവതി അമ്മ വന്നിട്ട് പറഞ്ഞു, നിനക്ക് ഇതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ അപർണെ? വടി കൊടുത്ത് നീ അടി വാങ്ങിയതല്ലേ? ഇത് അബിയുടെയും ജാനകിയുടെയും വീടാന്ന് നിനക്ക് അറിയായിരുന്നല്ലോ. നീ എന്താ വിചാരിച്ചുകൊണ്ടിരുന്നേ? നിന്റെ സ്വന്തം വീടാന്നാ. നിന്റെ വീടായിരുന്നെങ്കിൽ നീ ഞങ്ങളെല്ലാം ഇവിടുന്ന് പണ്ടേ അടിച്ചിറക്കിയാനും. ഒരിക്കലും എന്നെ അടിച്ചിറക്കിയതല്ലേ അതുപോലെ. അത് കേട്ടപ്പം ജാനകി പറഞ്ഞു, ഇനിയിപ്പം അമ്മയൊന്നും ആരും ഇവിടുന്ന് അടിച്ചിറക്കാൻ പോകുന്നില്ല. പോകുന്നുണ്ടെങ്കിൽ അത് ഇവളായിരിക്കും ഈ പടി ഇറങ്ങി ആദ്യം പോകുന്നത്. മര്യാദയ്ക്ക് ഇവിടെ നിൽക്കുവാണെങ്കിൽ നിൽക്കാം. അത് മാത്രമല്ല, പണ്ടത്തെ പോലെ കാലുമേ കാല് കയറ്റി വെച്ചിരിക്കാനൊന്നും പറ്റില്ല. അടുക്കളയിൽ പോയി നല്ല വൃത്തിക്ക് ജോലി ചെയ്യണം. പിന്നീട് അപർണ പ്രഭാവതിയോട് പറഞ്ഞു, അമ്മ ഇനി അടുക്കളയിൽ കയറി ജോലി ചെയ്യണ്ട. അമ്മയ്ക്ക് പറയും ഇവള് കയറട്ടെ സഹായിക്കാനായിട്ട്. ഇവള് കയറിയെങ്കിൽ ചെയ്താൽ മതി. അപ്പോഴേക്കും
അപർണ പറഞ്ഞു, പിന്നെ ഞാൻ പോയി ജോലി ചെയ്യുന്ന എൻ്റെ പട്ടി ജോലി ചെയ്യുന്ന പറയാം, എന്നാ നമുക്ക് കാണാം. അങ്ങനെ എൻ്റെ മാത്രം നീ നിന്നാ മതി. പിന്നെ പടനിലത്തേക്ക് വാലും ചുരുട്ടി പോകാനാ നിന്റെ ഭാവമെങ്കിൽ അധികം വൈകാതെ അത് നിൽക്കും, അത് ഞാൻ നിർത്തിത്തരും. ഈ ജാനകി ആരാ നിന്നെ അറിയാൻ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞ് ജാനകി വെല്ലുവിളിക്കുക. ജാനകിയുടെ മനസ്സിലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. തൻ്റെ അനുജത്തിയല്ലേ ഇവള്. ഇനി എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ ആ രഹസ്യങ്ങളൊക്കെ പുറത്തു വരും. ആ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അതിനെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.